ഇപ്പോഴത്തെ വുമൺസ് വേൾഡ് ചാമ്പ്യനായിരുന്ന റിയ റിപ്ലി വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് തിരിച്ചു കൊടുത്തത് ശരിക്കും ഇഞ്ചുറീസ് സംഭവിച്ചതുകൊണ്ടാണോ അതോ ഇത് പ്ലാൻ ആണോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയാം. അതിനോടൊപ്പം വർഷങ്ങൾക്ക് ശേഷം ഫിൻ ബാലറിന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു റൂമർ ന്യൂസ് വരുന്നുണ്ട്. അത് എന്താണെന്നും പറയാം. ഇതെങ്ങാനും നടക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. അതിനോടൊപ്പം CM പങ്ക് ചെയ്ത ഒരു സ്റ്റോറി ലൈൻ ഡ്രൂ മാക്കൻടയർ വീണ്ടും ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം. അതിനോടൊപ്പം മാറ്റ് ഹാർഡി WWE വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അത് എന്തുകൊണ്ടാണെന്നും ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ന്യൂസ് എല്ലാം പറയുന്നതിനേക്കാൾ മുൻപായിട്ട് റോമൻ റെയിൻസ് ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് എല്ലാം തോറ്റതുകൊണ്ട് ബ്ലഡ് ലൈൻ ടീം വിട്ട് അല്ലെങ്കിൽ WWE വിട്ട് മാറി നിൽക്കുകയാണ്. എന്നാൽ കോഡി റോഡ്സ് കഴിഞ്ഞ റോ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു റോമൻ ഇല്ലാത്ത സമയത്ത് ഏത് ട്രൈബൽ ചീഫ് പറഞ്ഞിട്ടാണ് സോളോ സിക്കാവ ടോമോ ടോങ്ക ജിമ്മി ഉസോനെ അറ്റാക്ക് ചെയ്തത് എന്ന്. അപ്പോൾ ആ ട്രൈബൽ ചീഫ് മറ്റാരുമല്ല റോക്കാണ്. ഇനി റോമൻ റെയിൻസ് തിരിച്ചു വരുമ്പോൾ ബ്ലഡ് ലൈൻ വേഴ്സസ് ബ്ലഡ് ലൈൻ മാച്ച് നടക്കാൻ ചാൻസ് ഉണ്ട്. അതായത് റോക്കിൻ്റെ സോളോ സിക്കാവനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ബ്ലഡ് ലൈൻ ടീമും റോമൻ റെയിൻസിൻ്റെ ബ്ലഡ് ലൈൻ 2.0 അല്ലെങ്കിൽ ന്യൂ ബ്ലഡ് ലൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് മാച്ച് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു എന്ന് മാത്രം. ഇത് ഇങ്ങനെ ന്യൂസ് എല്ലാം വരുന്നുണ്ട് ബ്ലഡ് ലൈൻ വേഴ്സസ് ബ്ലഡ് ലൈൻ മാച്ച് നടക്കും എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് റിയ റിപ്ലി തിരിച്ചു കൊടുത്തത് സ്റ്റോറിയാണോ അതോ ശരിക്കും സംഭവിച്ച ഇഞ്ചുറി ആണോ എന്ന് പറയാം. ഇത് റോ എപ്പിസോഡിൽ കണ്ടപ്പോൾ ഒരു സ്റ്റോറി പോലെയാണ് തോന്നിയത്. എന്നാൽ ശരിക്കും ലിവ് മോർഗൻ അറ്റാക്ക് ചെയ്ത സമയത്ത് റിയ റിപ്ലിക്ക് കൈക്ക് ഇഞ്ചുറി സംഭവിച്ചു. അതായത് ചെയർ വലിച്ചെറിഞ്ഞതിന് ശേഷം വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നു. ആ സമയത്താണ് റിയ റിപ്ലിക്ക് കൈക്ക് ഇഞ്ചുറി സംഭവിച്ചത്. അപ്പോൾ ഇത് ശരിക്കും സംഭവിച്ച കാര്യമാണ്, അതല്ലാതെ പ്ലാനോ സ്റ്റോറി ലൈനോ ഒന്നുമല്ല. അപ്പോൾ ശരിക്കും സംഭവിച്ച ഈ ഒരു ഇഞ്ചുറി ഇന്നലെ റോ എപ്പിസോഡിൽ ഒരു സ്റ്റോറി പോലെയാണ് കാണിച്ചത്. അതായത് ലിവ് മോർഗന് മുൻപ് റിയ റിപ്ലി ഇഞ്ചുറി ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പ്രതികാരം തീർത്തതുപോലെ ശരിക്കും അത് തന്നെയാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷെ ശരിക്കും ഇഞ്ചുറി സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇതിൽ ലിവ് മോർഗന്റെ ഭാഗത്തും യാതൊരു തെറ്റുമില്ല എന്നാണ് ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. ഇനി റിയ റിപ്ലി എന്നാണ് വരാ എന്ന് ചോദിച്ചാൽ ഈ ഇഞ്ചുറി മാറാനായിട്ട് ഏകദേശം 2 മാസത്തോളം റെസ്റ്റ് എല്ലാം എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ മാച്ച് ചെയ്യണമെങ്കിൽ മാക്സിമം 3 അല്ലെങ്കിൽ 4 മാസത്തോളം റിയ റിപ്ലി റെസ്റ്റുമായി മുന്നോട്ട് പോകേണ്ടി വരും. അതായത് ഇഞ്ചുറി മാറാൻ 2 മാസം, പിന്നീട് റെസ്ലിംഗ് ചെയ്യണമെങ്കിൽ 3 അല്ലെങ്കിൽ 4 മാസം വരേക്കും റിയ റിപ്ലി റെസ്റ്റ് എടുത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് റിയ റിപ്ലി ഇഞ്ചുറി മാറുമ്പോൾ WWE വന്നാലും മുൻപ് ചെയ്തതുപോലെ സെഗ്മെന്റ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയേക്കാം. കറക്റ്റായിട്ട് ഇഞ്ചുറി മാറുമ്പോൾ മാച്ച് എല്ലാം ചെയ്യും. അപ്പോൾ ശരിക്കും സംഭവിച്ച ഇഞ്ചുറിയാണ്, അതുകൊണ്ടാണ് ചാമ്പ്യൻഷിപ്പ് തിരികെ കൊടുത്തത്. ഇനി ഈ ചാമ്പ്യൻഷിപ്പ് ആർക്കാണ് കിട്ടാൻ പോകുന്നത് എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. റൂമർ പ്രകാരം നയ ജാക്സ് ചാമ്പ്യൻഷിപ്പ് എടുത്തേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കണ്ടു തന്നെ അറിയാം. ഇനി CM പങ്ക് ചെയ്ത ഒരു സ്റ്റോറി ലൈൻ ഡ്രൂ മാക്കൻടയർ വീണ്ടും ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് CM പങ്ക് വർഷങ്ങൾക്ക് മുൻപ് മണി ഇൻ ദി ബാങ്കിൽ ജോൺ സീനനെ തോൽപ്പിച്ചുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് എടുത്ത് WWE വിട്ടു പോകുന്നത് പോലെയും അതിനുശേഷം പുതിയ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്നപ്പോൾ CM പങ്ക് സർപ്രൈസായി റിട്ടേൺ ചെയ്തുകൊണ്ട് പുതിയ തീം മ്യൂസിക്കിൽ വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഒരു സ്റ്റോറി വേറെ ലെവലായി ഹിറ്റ് അടിച്ചു. അതേ സ്റ്റോറി തന്നെ തിരിച്ചു ചെയ്യാൻ ഒരു പ്ലാൻ ഇപ്പോൾ ഇവർക്കുണ്ട് എന്നാണ് പറയുന്നത്. അതായത് WWEക്ക്. കാരണം ഡ്രൂ മാക്കൻടയറിന്റെ കോൺട്രാക്ട് ഇതുവരേക്കും പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഡ്രൂ മാക്കൻടയറും വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽ പേപ്പർ-വ്യൂവിൽ ഡ്രൂ മാക്കൻടയർ WWE വിടും. അതിനുശേഷം CM പങ്ക് വന്നതുപോലെ വരും എന്നാണ് പറയുന്നത്. ഇതാണ് ഇവർ ചെയ്യാൻ പോകുന്ന പ്ലാനായിട്ട് ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അതായത് ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽ പേപ്പർ-വ്യൂവിൽ ഡ്രൂ മാക്കൻടയറും ഡാമിൻ പ്രീസ്റ്റും വേൾഡ് ചാമ്പ്യൻഷിപ്പ് ചെയ്യുകയാണെങ്കിൽ ഡ്രൂ ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും നമുക്ക് നോക്കാം. ഇത് ഇവർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്ലാനാണ്. കാരണം ഈ പ്ലാൻ മുൻപ് ഹിറ്റടിച്ചതുകൊണ്ടും CM പങ്കിനെ കളിയാക്കാൻ വേണ്ടിയിട്ടും ഡ്രൂ മാക്കൻടയർ ഇത്തരത്തിൽ ചെയ്തുകൊണ്ട് CM പങ്ക് വേഴ്സസ് ഡ്രൂ മാക്കൻടയർ ഇവരുടെ സ്റ്റോറി വേറെ ലെവലാക്കി കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഫസ്റ്റ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത ഫിൻ ബാലറിനെ പറ്റി പറയാം. ഫിൻ ബാലർ അന്ന് ചാമ്പ്യൻഷിപ്പ് ജയിച്ചതിന് ശേഷം പിന്നീട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒന്നും തന്നെ ജയിച്ചിട്ടില്ല. ഒരുപാട് വർഷമായിട്ടുണ്ട് ഫിൻ ബാലർ ഇങ്ങനെ നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ അതിനൊരു അവസരം വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് റൂമറാണ്. ഇത് WWE ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റൂമറിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാമിൻ പ്രീസ്റ്റ് ഇപ്പോൾ ജഡ്ജ്മെന്റ് ഡേയിൽ ചാമ്പ്യനായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മുൻപേ തന്നെ റിയ റിപ്ലി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തപ്പോൾ ഫിൻ ബാലറിന് പ്രത്യേകിച്ച് വിലയൊന്നും ജഡ്ജ്മെന്റ് ഡേയിൽ ഇല്ല. അതായത് ഒരു മെമ്പർ എങ്ങനെയാണോ അതുപോലെയാണ് മുന്നോട്ട് പോകുന്നത്. ലീഡ് ചെയ്യുന്നത് ഡാമിൻ പ്രീസ്റ്റും റിയ റിപ്ലിയുമായിരുന്നു. ഇപ്പോൾ റിപ്ലി പോയതുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്.
ഇങ്ങനെ പോയി ഒരു ടൈമിൽ ഫിൻ ബാലറിനെ ഇവർ പുറത്താക്കാനും ശേഷം ഫിൻ ബാലറിനും ഡാമിൻ പ്രീസ്റ്റിനും ഒരു സ്റ്റോറി ചെയ്ത് ഇവർക്കൊരു മാച്ച്, ആ മാച്ചിൽ ഡാമിൻ പ്രീസ്റ്റ് തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആവുന്നത് പോലെ കാണിക്കാനാണ് പോകുന്നത്. അതിനുശേഷം ഡീമാൻ കിങ് ഫിൻ ബാലറെ കൊണ്ടുവന്ന് സമ്മർ സ്ലാമിൽ ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് വെച്ച് ഡീമാൻ കിങ് ഫിൻ ബാലർ ഡാമിൻ പ്രീസ്റ്റിനെ തോൽപ്പിച്ച് ചാമ്പ്യൻ ആകുന്നതായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാൻ മുഴുവനായിട്ട് റൂമറാണ്. അതുകൊണ്ട് ഈ ഒരു പ്ലാൻ ഇങ്ങനെ തന്നെ കാണുക. പിന്നെ CM പങ്കിന്റെ പ്ലാൻ ചെയ്യാൻ പോകുന്നത് WWE ഒരു പ്ലാൻ ഉള്ളതുകൊണ്ടാണ്, അതായത് ഡ്രൂ മാക്കിൻടയർ ചാമ്പ്യൻഷിപ്പ് എടുത്ത് വിടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ പ്ലാൻ അവർക്കുണ്ട്. പക്ഷെ ഫിൻ ബാലർ ഡാമിൻ പ്രീസ്റ്റ് ഇവരുടെ റൂമറായിട്ടാണ് വന്നിട്ടുള്ളത്. ജഡ്ജ്മെന്റ് ഡേ ടീം എന്തായാലും ബ്രേക്കപ്പ് ആവും എന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് റിയ റിപ്ലിക്ക് ഇഞ്ചുറി സംഭവിച്ചതുകൊണ്ട്. എന്തായാലും നോക്കാം. ഇനി മാറ്റ് ഹാർഡി WWE വരാൻ പോകുന്ന കാര്യത്തെ പറ്റി പറയാം. മാറ്റ് ഹാർഡിയുടെ കോൺട്രാക്ട് AEW തീർന്നു. പിന്നീട് AEW പോകാൻ അല്ലെങ്കിൽ അവരുമായിട്ട് മുന്നോട്ട് പോകാൻ മാറ്റ് ഹാർഡിക്ക് താല്പര്യമില്ല എന്നൊക്കെയാണ് മുൻപ് ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ നടന്ന റോ എപ്പിസോഡിൽ അത് ഏകദേശം കൺഫേം ആവുന്നത് പോലെ കാണിച്ചിരുന്നു. അതായത് ഒരു QR കോഡ് വരുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ മാറ്റ് ഹാർഡിനെ മെൻഷൻ ചെയ്യുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാറ്റ് ഹാർഡി വരാൻ ചാൻസ് ഉണ്ട്. മുൻപ് ബ്രേ വൈറ്റിൻ്റെ കൂടെ സ്റ്റോറി ചെയ്തതുകൊണ്ട് ബ്രേ വൈറ്റിൻ്റെ ബ്രദറിനെയും മാറ്റ് ഹാർഡി സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്കിൾ ഹൗഡിയുടെ ടീമിൽ മാറ്റ് ഹാർഡി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രോൺ സ്ട്രോമൻ, എറിക് റോവൻ ഇവരെല്ലാം കൺഫേം ആയിട്ട് ആ ഒരു ടീമിലുണ്ടാകും.